ED ഇപ്പോൾ ഇവിടെ വന്ന് BJP നേതാക്കളെ കുടുക്കുന്ന രീതിയിൽ ഒരു അന്വേഷണം നടത്തുമെന്നുള്ളത് ഇവിടെ ആരും പ്രതീക്ഷിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് യാഥാർത്ഥ്യം. കാരണം EDയുടെ അന്വേഷണം ഇതുവരെ എങ്ങനെയായിരുന്നുവെന്നും ഈ 11 വർഷത്തിനിടയിൽ നടന്ന അന്വേഷണത്തിൽ കൺവിഷൻ റേറ്റ് എന്ന് പറയുന്നത് 0.5% മാത്രമാണെന്ന് നമ്മുടെ മുന്നിൽ കണക്കുണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇതിലൊരു BJP നേതാക്കളിലേക്ക് എത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഈ കാര്യങ്ങൾ പൊതുസമൂഹം ചോദിക്കും, ഈ കേരളം ചോദിക്കും എന്നുള്ളിടത്താണ് ഇതിൽ കൂടുതൽ പ്രതികരണങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ CPM-നായാലും കോൺഗ്രസിനായാലും പ്രതികരിക്കും. കോൺഗ്രസ് ഇപ്പോൾ പക്ഷേ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഒത്തുതീർപ്പാണ്. CPM കരുവന്നൂരുമായി ബന്ധപ്പെട്ട് ഒരു ഒത്തുതീർപ്പ് നടത്തുന്നു എന്ന് പറഞ്ഞു. പക്ഷേ കരുവന്നൂരിൻ്റെ കാര്യത്തിൽ നമുക്കിപ്പോൾ അറിയാനാകുന്നത് രാധാകൃഷ്ണനെ വിളിപ്പിച്ചിരിക്കുന്നു, 7-ാം തീയതി വരെ സമയം കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ നിന്ന് അങ്ങോട്ടുള്ള മുന്നോട്ട് പോക്ക് എങ്ങനെയെന്ന് അറിയില്ല. പക്ഷേ ഈ അന്വേഷണങ്ങളൊക്കെ ചില സമയത്തൊന്ന് മുടന്തും പിന്നെ ഒന്ന് നീങ്ങും എന്നുള്ളൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. ഇത് ഒത്തുതീർപ്പാണ് എന്ന് പറയാനൊന്നും ആയിട്ടില്ല. പക്ഷേ കൊടകരയുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ അന്വേഷണത്തിൽ ഒരു വീഴ്ചയുണ്ടായെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ റിപ്പോർട്ടിൽ കൃത്യമായി നേതാക്കളുടെ പേരുകളടക്കം പറഞ്ഞ ശേഷം അവിടേക്കൊന്നും പോകാതെയുള്ളൊരു റിപ്പോർട്ട് ED നൽകുന്നു. EDയുടെ ഇതുവരെയുള്ള ചരിത്രവും അതാണ്. അതിലപ്പുറം നീങ്ങാൻ വഴിയില്ല. ഇനി കോടതി വടിയെടുക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അതിനപ്പുറത്ത് പോലീസ് എടുത്ത കേസിൽ വിചാരണ നടക്കാൻ പോവുകയാണ്. അതോടൊപ്പം ഈ പറയുന്ന സ്വകാര്യ അന്യായത്തിന്മേൽ കോടതി എന്ത് തീരുമാനിക്കുന്നു എന്നുള്ളതും പ്രധാനമാണ്.